നമസ്തേ പ്രേക്ഷകരെ, നാം ഇവിടെ ഭഗവത്ഗീതയിൽ 1-ാം അധ്യായത്തിലെ അർജുന വിഷാദ യോഗത്തിൽ 4, 5, 6 ശ്ലോകങ്ങളാണ് വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ 3 ശ്ലോകങ്ങൾ നാം വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. അടുത്ത ഈ ശ്ലോകത്തിൽ ദുര്യോധനൻ ദ്രോണാചാര്യരോട് പാണ്ഡവ സൈന്യത്തിലെ യോദ്ധാക്കളുടെ തേജോബലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമയുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥഃ. ഈ 3 ശ്ലോകങ്ങളുടെയും പദച്ഛേദം നമുക്ക് ചെയ്യാം. അത്ര ശൂരാഹ മഹേശ്വാസാഹ ഭീമാർജുന സമാഹ മഹേശ്വാസാഹ യുയുധാനഃ വിരാടഃ ച മഹാരഥഃ ദ്രുപദഃ ച ദൃഷ്ടകേതുഃ ചേകിതാനഃ വീര്യവാൻ കാശിരാജഃ ച പുരുജിത് കുന്തിഭോജഃ ച നരപുംഗവഃ ശൈബ്യഃ ച വിക്രാന്തഃ യുധാമന്യുഃ ച വീര്യവാൻ ഉത്തമൗജാഃ ച സൗഭദ്രഃ ദ്രൗപദേയാഃ ച സർവേ ഏവ മഹാരഥാഃ. നാം പദച്ഛേദം ചെയ്തു കഴിഞ്ഞു. അന്വയത്തിലും മാറ്റങ്ങളൊന്നുമില്ല. അന്വയവും ഇപ്രകാരം തന്നെയാണ്. അപ്രകാരം ദുര്യോധനൻ തൻ്റെ ആചാര്യനായ ദ്രോണരെ സമീപിച്ചുകൊണ്ട് പാണ്ഡവ സൈന്യത്തിലെ വീരനായകരാരെല്ലാമാണ്, ഇവിടെ അണിനിരന്നിട്ടുള്ള പാണ്ഡവ സേനാ നായകരിൽ ആരൊക്കെയുണ്ട് എന്നാണ് ഈ ശ്ലോകങ്ങളിലൂടെ ദുര്യോധനൻ വിശദീകരിക്കുന്നത്. അല്ലയോ ആചാര്യ, അങ്ങ് നോക്കിക്കണ്ടാലും ഈ പാണ്ഡവ സൈന്യത്തിൽ പ്രബലരായി ശൂരന്മാരും ഭീമാർജുനന്മാരോട് സമന്മാരായും വലിയ വില്ലുകളോടുകൂടി വില്ലാളി വീരന്മാരായി നിൽക്കുന്ന യുയുധാനനും വിരാട രാജാവും മഹാരഥനായ ദ്രുപദ രാജാവും ദൃഷ്ടകേതുവും ചേകിതാന രാജാവും വീരവാനായ കാശിരാജാവും പുരുജിത്തും കുന്തിദേവിയുടെ അച്ഛനായ കുന്തിഭോജനും മനുഷ്യശ്രേഷ്ഠനായ ശൈബ്യൻ എന്ന രാജാവും അങ്ങേയറ്റം പരാക്രമശാലിയായ യുധാമന്യു രാജാവും വീര്യവാനായ ഉത്തമൗജസ് എന്ന രാജാവും സുഭദ്രാപുത്രനായ അഭിമന്യുവും മറ്റ് ഇതര ദ്രൗപദിയുടെ പുത്രന്മാരും അണിനിരന്നിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ മഹാരഥന്മാരാകുന്നു എന്നാണ് ദ്രോണരെ സമീപിച്ചുകൊണ്ട് ദുര്യോധനൻ അവരുടെ സൈന്യത്തെ നോക്കിക്കാണുവാൻ തൻ്റെ ആചാര്യനോട് ആവശ്യപ്പെടുന്നത്. നമസ്തേ.